everyone, welcome back to Learn with Nauf. അപ്പോൾ നമുക്ക് ആ റിവിഷൻ ടെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാം, പാർട്ട് 3. അപ്പോൾ യൂഷ്വലി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്, അത് ഏതൊക്കെയാന്ന് നോക്കാം. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, സോ അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ദ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് 1, 2, 3, 4, etc. is the sequence of natural numbers. Okay, now the second point is the sum of first n natural number is n into n plus 1 by 2. Okay, usually ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. Next point 2, 4, 6, 8, etc. is known as a sequence of even numbers. Okay, the sum of first n even numbers is n into n plus 1. Now 1, 3, 5, 9 is a sequence of odd numbers. The sum of first n odd numbers is n square. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വീതം ചെയ്തു നോക്കാം. Now the first question is first sub question. First sub question. What is the sum of natural numbers from 1 to 30? 1 to 30 നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ സം എത്രയാണെന്നാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് n into n plus 1 by 2 ആണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ n എന്ന് പറയുന്നത് നമ്മുടെ എത്ര ടേംസ് ഉണ്ട് എന്നുള്ള അർത്ഥം പറയുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് സം കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് സം ഇസ് ഈക്വൽ ടു 30 into 30 plus 1 divided by 2. Okay, that will be answer. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 465 എന്ന് ആൻസർ കിട്ടും. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ മച്ച് ദിസ് സം ഇസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ബിലോ 30. ഓഡ് നമ്പേഴ്സിൽ, അതായത് ഇപ്പൊ നമ്മൾ 1 to 30 എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്, ആ ഒരു സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഓഡ് നമ്പേഴ്സിന്റെ സമ്മും ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സമ്മും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം 1 to 13 15 ഓഡ് നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ 15 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ് അതിന്റെ ഇക്വേഷൻ? n സ്ക്വയർ. സിൻസ് നമ്മൾ ഓഡ് നമ്പേഴ്സിന്റെ കേസ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട്, സോ n സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 15 സ്ക്വയർ ഇസ് ഈക്വൽ ടു 225 എന്ന് കിട്ടും. നൗ വി നീഡ് ടു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് 1 to 30 ടേംസ് ആൻഡ് 1 to 30 ടേംസ് ആൻഡ് ദ 15 ഓഡ് നമ്പേഴ്സ്. ഓക്കെ, അതായത് ഈ നമ്പറിന്റെയും നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ഈ നമ്പറിന്റെയും ഡിഫറൻസ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അതായത് 465 മൈനസ് 225 നമുക്ക് ആൻസർ കിട്ടുന്നത് 240. അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ച് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 30 ഇസ് 240 മോർ ദാൻ എന്താണ് സം ഓഫ് ഓഡ് നമ്പേഴ്സ് ബിലോ 30. ഇങ്ങനെയാണ് ചെയ്യുക. Now the second question is the algebraic form of a sequence is 2n minus 1. നമുക്ക് ഓൾറെഡി ഒരു algebraic form തന്നിട്ടുണ്ട് ഒരു സീക്വൻസിന്റെ. Now the first sub question is how many terms are there in this sequence below 50? Below 50 എത്ര ടേംസുകളുണ്ട്? അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 2n minus 1 ആണ് നമുക്ക് തന്നിരിക്കുന്ന algebraic form. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ടേംസുകളാണ്, ബിലോ 50 ഉള്ള എത്ര ടേംസുകൾ ഉണ്ട്. ഓക്കെ, ഇനി നമ്മളിത് ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് 2n ലെസ് ദാൻ 51 n ലെസ് ദാൻ 51 by 2 which implies 25.5. അപ്പോ ഇവിടെ n is equal to 25. Therefore നമുക്ക് എന്തെന്ന് പറയാം? There are 25 terms below 50. Now the second sub question is what is the sum of all terms of the sequence below 50? അതായത് ഇപ്പൊ നമ്മള് 25 ടേംസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, ആ ടേംസുകളുടെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിപ്പോ ഫസ്റ്റ് ടേം എന്തായിരിക്കും? നമുക്ക് n is equal to 1, 2, 3 അങ്ങനെ ഇട്ട് നോക്കാം. ഫസ്റ്റ് ടേം എന്തായിരിക്കും? 2 ones are 1 minus 1. That is 2 minus 1 is 1. സെക്കൻഡ് ടേം 3 ആയിരിക്കും. നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. Then 5, 7, etc. 49 അവിടെ നേട്ടി നമുക്ക് ടോട്ടല് 25 ടേംസ് ആണ് 50ക്ക് ബിലോ ഉള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ. അപ്പൊ n is equal to 25 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ടേമും കിട്ടും. ഇനി നമ്മള് സം ഓഫ് 25 ടേംസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ ടേംസുകളുടെ പ്രത്യേകത എന്താണ്?
sum of odd numbers, that is 25 odd numbers. എത്രയായിരിക്കും? n is equal ഇവിടെ നമുക്ക് 25 ആണ്. സോ n സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മൾ അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക, which is 625. Third question, consider the sequence 2, 4, 6, 8, 10, etc. This is the sequence of even numbers. Okay, it can be seen that അപ്പോൾ അവിടെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതായത് 2, 4, 6, 8, 10 ഇത് തന്നിരിക്കുന്ന സീക്വൻസിന്റെ ഒരു പാറ്റേൺ. 2 is equal to, ശ്രദ്ധിച്ചു നോക്കാം, ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ താഴെയുള്ള സബ് ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യുക. 2 is equal to എന്നതാ വന്നിരിക്കുന്നത്. 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 into 2. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 into ആ 2നെ നമുക്ക് 1 plus 1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അത് സെക്കൻഡ് വൺ എങ്ങനെ എഴുതിയിരിക്കുന്നത്? 2 plus 4. അതായത് സെക്കൻഡ് നമ്പർ വരുന്നത്, നമ്മുടെ സെക്കൻഡ് ടേം വരുന്നത് 2 plus 4. ആദ്യത്തെ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3 എന്ന് എഴുതാം അല്ലേ, മൾട്ടിപ്ലിക്കേഷന്റെ ഫോമില്. ദെൻ ഇസ് ഈക്വൽ ടു ആ 3നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 plus 1 എന്ന് ബ്രാക്കറ്റ് ആക്കി എഴുതാം. സിമിലർലി തേർഡ് ടേം വരുമ്പോ എന്താ ചെയ്യുക? 2 plus 4 plus 6 എന്ന് വരും അല്ലെ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 3 into 4 എന്ന് എഴുതാം. ഓർ ആ 4നെ നമുക്ക് 3 plus 4 എന്ന് ബ്രാക്കറ്റ് ആക്കി എഴുതാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം 2 plus 4 plus 6 plus 8 plus etc. plus 30? So from the given pattern of addition there are 15 numbers up to 30. തന്നിരിക്കുന്ന പാറ്റേൺ വെച്ചിട്ട് up to 30 എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 15 നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് n എന്ന് പറയുന്നത് 15 ആയിരിക്കും. Now we have to calculate the sum. സം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അവരുടെ സം, ടോട്ടൽ സം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 15 into 15 plus 1, since it is an even number. ഈവൻ നമ്പറിന്റെ സീക്വൻസ് ആയതുകൊണ്ട് this can be written as 15 into 16, which is equal to 240. നമുക്ക് സം കിട്ടി. Now the second sub question is, how many even numbers from 2 in the order make the sum 110? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസിൽ എത്ര ഈവൻ നമ്പേഴ്സ്, രണ്ട് സ്റ്റാർട്ട് ചെയ്തത് 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് 110 കിട്ടുക. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 110നെ എങ്ങനെ എഴുതാം? 10 into 11 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? നമ്മൾ മോഡലി ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്ത പാറ്റേൺ എഴുതിക്കുന്നുണ്ടല്ലേ. 2നെ നമുക്ക് 1 into 2 എന്ന് എഴുതാം. 2 plus 4നെ നമുക്ക് 2 into 3 എന്ന് എഴുതാം അല്ലെ. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 10 into 10 plus 1. ഇതിൽ നിന്ന് നമുക്ക് എന്തെന്നറിയാം? സിൻസ് ദിസ് സീക്വൻസ് ഇസ് ആൻ ഈവൻ നമ്പർ സീക്വൻസ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും ഇവിടെ n is equal to 10 ആണ്. അപ്പൊ സം ഓഫ് ടേംസ് 110 കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ n is equal to 10 ആയിരിക്കണം. ദാറ്റ് മീൻസ് ഫസ്റ്റ് 10 ഈവൻ നമ്പർ മേക്ക് ദ സം 110. Now the third sub question is, what is the sum of first 100 even numbers? ഫസ്റ്റ് 100 ഈവൻ നമ്പേഴ്സിന്റെ സം എങ്ങനെയാ കണ്ടുപിടിക്കുക? സെയിം അതേ ഫോർമുല തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സം ഓഫ് ഫസ്റ്റ് 100 ഈവൻ ടേംസ് അങ്ങനെ എഴുതണം കേട്ടോ. ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതുന്നില്ല. എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് ആൻസർ ആയിട്ട് നല്ല കൃത്യമായിട്ട് എഴുതുക. അവിടെയാണ് മാർക്ക് നമുക്ക് ഓരോന്നിനും കിട്ടുക. സം ഓഫ് ഫസ്റ്റ് 100 ഈവൻ ടേംസ് ഇസ് ഈക്വൽ ടു n into n plus 1, that is 100 into 100 plus 1, which is equal to 10,100. ഓക്കെ, ഇപ്പൊ കാണിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതമാണ്. ഓരോന്നിനും 3 മാർക്ക് വീതം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. The fourth question is, look at the pattern carefully. ഓക്കെ, ഇനി ഈ പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ് അടുത്ത സബ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക. 1നെ നമുക്ക് 1 സ്ക്വയർ എന്ന് എഴുതാം. Now 1 plus 3, സെക്കൻഡ് ടേം വരുന്നത് എങ്ങനെയാണ്? 1 plus 3, that is equal to 4, which can be written as 2 square. Then 1 plus 3 plus 5, which is equal to 9, that is 3 square. 1 plus 3 plus 5 plus 7, which is equal to 16, that is equal to 4 square. Okay, അങ്ങനെയാണ് വന്നിരിക്കുന്നത് പാറ്റേൺ. Now the first sub question is, what is the sum of first 10 odd numbers? 10 odd numbersന്റെ സം എന്തായിരിക്കും? ഓൾറെഡി നമുക്കറിയാം 10 square is equal to 100. ഓക്കെ, നമ്മൾ n square എന്ന് പറയുന്ന ആ ഫോമുല എടുത്തു. Now the second sub question is, how many odd numbers from 1 in the order make the sum 900? നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പൊ നമുക്കിവിടെ n square 900 എന്ന് കിട്ടണം. ഓക്കെ, ആ പാറ്റേൺ അനുസരിച്ച് n square 900 എന്ന് കിട്ടണം. ഇവിടെ നിന്ന് n എന്താണ്? നമുക്കറിയാം, ഇറ്റ് ഈസ് 30.
Now the third sub question is, how much more the sum of first even number than the sum of first 100 odd numbers? So we know that the sum of first n even numbers എങ്ങനെ എഴുതുക, n into n plus 1, അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ n square plus n എന്ന് കിട്ടും അല്ലേ. ആൻഡ് ദ സം ഓഫ് n odd numbers എന്തായിരിക്കും, ഇത് n even നമ്പേഴ്സിൻ്റെത്, ഇനി അടുത്തത് n odd നമ്പേഴ്സിൻ്റെത് എന്നാണ് n square അല്ലേ. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ഈ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ലേ ഇവിടെ എന്താ ഡിഫറൻസ് ഉള്ളത്. ഇവരുടെ ഡിഫറൻസ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, n ഓഫ് കോഴ്സ് അല്ലേ. ദ ഡിഫറൻസ് ഇസ് n. ഇവിടെയുള്ള റിക്വയർഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ആയിരിക്കും. എന്തുകൊണ്ടാണ്, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന നമ്പർ എത്രയാണ്, എന്നിന്റെ വാല്യൂ 100 ആണ്. കാരണം ഫസ്റ്റ് 100 ഈവൺ നമ്പറും സം ഓഫ് ഫസ്റ്റ് 100 ഓഡ് നമ്പേഴ്സ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ജനറൽ ആയിട്ട് n സ്ക്വയർ പ്ലസ് n സ്ക്വയറും കൂടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് n ആണ് അതിന്റെ ഡിഫറൻസ് കിട്ടുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന n എന്ന് പറയുന്നത് 100 ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ആയിരിക്കും. Now the fifth question is, ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്, 1 then 1 plus 2 plus 1 then 1 plus 2 plus 3 plus 2 plus 1 then fourth term വരുമ്പോൾ 1 plus 2 plus 3 plus 4 plus 3 plus 2 plus 1. ഫസ്റ്റ് ടേമിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് 1 തന്നെ. സെക്കൻഡ് ടേം വരുമ്പോൾ അതിന്റെ മിഡിൽ ടേം 2 വരും. തേർഡ് ടേം എന്ന് പറയുമ്പോൾ അതിന്റെ മിഡിൽ ടേം 3 എന്ന് വരും അല്ലെ. ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ അതിന്റെ മിഡിൽ ടേം 4 വരും. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇസ്, റൈറ്റ് ദ സം ഇൻ ഈച്ച് ലൈൻ ആസ് എ സീക്വൻസ്. അതായത് ആ ഓരോ ലൈനിന്റെയും സമ്മുകൾ ഒരു സീക്വൻസ് ആയിട്ട് ഫോം ചെയ്യുക. ആദ്യത്തത് 1 വരും, രണ്ടാമത്തെ 1 plus 2 plus 1 എന്താണ് 4 വരും, ദെൻ അടുത്തത് എന്താണ് 9 വരും, ദെൻ 16 വരും. ഇത് ഏത് ടൈപ്പ് സീക്വൻസ് ആണ്, ദീസ് ആർ ദ സീക്വൻസ് ഓഫ് സ്ക്വയർ നമ്പേഴ്സ്. നൗ ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇസ്, how many numbers are there in the line in which the sum is 81? ശ്രദ്ധിച്ചു നോക്കുക. ഫസ്റ്റ് ലൈനില് 1 ആണുള്ളത്. സെക്കൻഡ്, അപ്പൊ അതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ് സ്ക്വയർ അല്ലെ. സെക്കൻഡ് ലൈനില് 1 plus 2 plus 1 ആണ്. അവിടെ മിഡിൽ ടേം ഏതാണ് 2. 2ന്റെ സ്ക്വയർ ആയിട്ടുള്ള ടേം ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. തേർഡ് വൺ നോക്കിക്കേ, 1 plus 2 plus 3 plus 2 plus 1. അവിടെ മിഡിൽ ടേം ആയതായിട്ടാണ് നിൽക്കുന്നത് 3. 3ന്റെ സ്ക്വയർ ആയിട്ടുള്ള 9 ആണ് നമുക്ക് അടുത്ത ടേം ആയിട്ട് കിട്ടുക. അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, 81 സം ആയിട്ട് വരുന്നത്, അതായത് 81 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ്, 9ന്റെ സ്ക്വയർ. ഓക്കെ, അവിടെ എത്ര ടേംസുകൾ ഉണ്ടാവും. സോ ദ ലൈൻ വിത്ത് 81 വിൽ ഹാവ് 9 അറ്റ് ദ സെന്റർ എന്ന് നമുക്ക് മനസ്സിലായി. കാരണം 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആയതുകൊണ്ടാണ് 2 അവിടെ സെക്കൻഡ് ടേമില് സെക്കൻഡ് ലൈനില് മിഡിൽ ആയിട്ട് വന്നത്. 9 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ ആയതുകൊണ്ടാണ് തേർഡ് ലൈനില് 3 മിഡിൽ ടേം ആയിട്ട് വന്നത്. ഇവിടെ 81 എന്ന് പറയുന്നത് 9ന്റെ സ്ക്വയർ ആയതുകൊണ്ട് 9 എന്ന് പറയുന്നതായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ലൈനിന്റെ സെന്റർ. പാറ്റേൺ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. സെക്കൻഡ് ടേം നോക്കിക്കേ, അവിടെ 2 എന്ന് പറയുന്നത് മിഡിൽ ടേം ആണ്. ഇപ്പുറം വന്നിരിക്കുന്നത് എത്ര ടേംസുകളാണ്, ഒരെണ്ണം. മൂന്നാമത്തെ വരുമ്പോൾ 2 എണ്ണം അപ്പുറം വരും. നാലാമത്തെ വരുമ്പോൾ 3 എണ്ണം അപ്പുറം വരും. അതാണ് ഇപ്പൊ 9 സെന്റർ ആയിട്ട് വരുന്ന ഒരു ലൈനില് ഈ സൈഡിലും 8 ടേംസുകൾ വെച്ചിട്ടുണ്ടാവും. ടോട്ടൽ നമ്പർ ഇൻ ദ ലൈൻ എന്ന് പറയുന്നത് is equal to 70. Now the third sub question is, the sum of numbers in a line is in between 900 and 1000. Okay, ഒരു സം. What is the sum? അപ്പൊ നോക്കിക്കേ, നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന പാറ്റേണിൽ എല്ലാത്തിനും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന 900, 1000 ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള നമ്പർ ഏതായിരിക്കും, ആകെ ഒരെണ്ണേ ഉള്ളൂ, 961. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, സം ഓഫ് നമ്പേഴ്സ് ഇൻ ഈച്ച് ലൈൻ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. 961 is the only perfect square between 900 and 1000. The sum of numbers in this line is 961. It is 31 line and there are 61 numbers present in that line. കാരണം ഇത് 31 എന്ന് പറയുന്നത് 31ന്റെ സ്ക്വയർ ആണ് 961 അല്ലെ. ആ പാറ്റേൺ നോക്കിക്കേ, തേർഡ് ലൈനില് 3 ആണ് മിഡിൽ ടേം, അതിന്റെ സ്ക്വയർ ആണ് സം. ഫോർത്ത് ലൈനില് 4 ആണ് മിഡിൽ ടേം, അതിന്റെ സ്ക്വയർ ആണ് സം. അതുപോലെ തന്നെ
31th ലൈനിൽ 31 ആയിരിക്കും മിഡിൽ ടേം, അതിന്റെ സ്ക്വയർ ആണ് സം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 31th ലൈൻ ആണെന്ന് പറഞ്ഞത്. എത്ര നമ്പേഴ്സ് ഉണ്ടാവും? There are 61 numbers in the line. ഇവിടെ 31 മിഡിൽ ലൈൻ ആണ്. ഇപ്പുറം എത്ര ലൈൻസുകൾ വരും, എത്ര നമ്പേഴ്സുകൾ വരും? 30 നമ്പേഴ്സ്. അപ്പൊ 30 + 31 61 നമ്പേഴ്സുകളായിരിക്കും ആ ലൈനിൽ ഉണ്ടാവുക. Now the sixth question. In the sequence 1, 3, 6, 10, etc. 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 is equal to 1. 3 is equal to 1 plus 2. 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 plus 2 plus 3. Then 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 plus 2 plus 3 plus 4. Now the first sub question is, what is the fifth term of this sequence? Fifth term of the sequence നമുക്ക് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? എല്ലാത്തിനെയും നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മായിട്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലെ? ഫിഫ്ത്ത് ടേം എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് ടേം വരുന്നത് 1, സെക്കൻഡ് ടേം വരുന്നത് 1 plus 2 വരും, തേർഡ് ടേം വരുന്നത് 1 plus 2 plus 3 എന്ന് പറയാം. ഫിഫ്ത്ത് ടേം എങ്ങനെ കണ്ടുപിടിക്കും? 1 plus 2 plus 3 plus 4 plus 5. എത്രയായിരിക്കും വരിക? which is equal to 15. മനസ്സിലായോ? Now the second sub question is, what is the position of 55 in this sequence? 55 എന്ന് പറയുന്നത് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ്. x10 എന്ന് പറയുന്നതാണ് 55. Now the third sub question, what is the largest 2-digit term of this sequence? Suppose ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് നോക്കുക. നിങ്ങൾക്ക് n is equal to suppose n is equal to 10 വരുമ്പോൾ തന്നെ നമുക്ക് 55 കിട്ടുന്നത് അല്ലെ? അപ്പൊ നമുക്ക് n is equal to 11, 12, 13 ഒക്കെ എടുത്ത് നോക്കാം. അത് ചെയ്യുമ്പോൾ നമുക്ക് 1 plus 2 plus 3 plus etc plus 13, അതായത് 13 into 13 plus 1 by 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 91 കിട്ടും. ഓക്കെ, അപ്പൊ 91 ആണ് നമ്മുടെ ലാർജസ്റ്റ് 2-digit ടേം. ഇനി ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 7th one, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, what is the sum of first 50 natural numbers? Of course നമുക്കറിയാം, അതെടുത്ത് എഴുതാം. sum of 50 natural numbers is n into n plus 1 എന്ന് എഴുതിയിട്ട് അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാത്തിനും ഓരോ മാർക്ക് വീതമാണ്. നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാം. is equal to 1275. Now the second sub question is, what is the sum of first 20 natural numbers? Of course sure, നമുക്കറിയാം 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെത് സെയിം സിമ്പിൾ ആയിട്ട് തന്നെ കണ്ടുപിടിക്കാം. ആദ്യം ഇക്വേഷൻ ഒക്കെ എഴുതണം കേട്ടോ, അത് എഴുതാൻ മറക്കരുത്, അതിനും മാർക്കുള്ളതാണ്. ഞാൻ എപ്പോഴും എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 210. ഓക്കെ, ഫസ്റ്റ് 50 ടേംസിന്റെ സം അറിയാം, ഫസ്റ്റ് 20 ടേംസിന്റെ സം അറിയാം. ഇവിടെ ഇരുന്നോട്ടെ, ചിലപ്പോൾ നമുക്ക് അടുത്ത സബ് ക്വസ്റ്റ്യന്റെ ആവശ്യം വരും. തേർഡ് സബ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്, find the sum of all natural numbers from 20 to 50. It is obtained by subtracting first 19 natural numbers. First 19 natural numbers first 50 natural numbersൽ നിന്നും സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന വാല്യൂ കിട്ടും. അതായത് 50 ഇത്രയുണ്ട്, അതിൽ നിന്ന് 90 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എവിടെ ഉണ്ട്? 20 to 50 ഇല്ലേ? അല്ലേ? അങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമുക്കറിയാം സം ഓഫ് ഫസ്റ്റ് 90 നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് ഇല്ലേ? അതിൽ നിന്ന് 20 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സം ഓഫ് 90 നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും. ദാറ്റ് ഈസ് 210 മൈനസ് 20 is equal to 190. അപ്പൊ നമുക്ക് സം ഓഫ് 90 നാച്ചുറൽ നമ്പേഴ്സ് 190 എന്ന് കിട്ടി. നമുക്ക് ഓൾറെഡി അറിയാം സം ഓഫ് 50 ഇതാണ്. അപ്പോൾ S50 മൈനസ് S19 ചെയ്ത് കഴിഞ്ഞാൽ 20 to 50 ടേംസുകളുടെ സം കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു 1275 മൈനസ് 190. ആൻസർ എത്രയായിരിക്കും കിട്ടുക? 1085. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇതിനകത്ത് സം ഓഫ് ടേംസുകളുടെ ബേസ് ചെയ്ത്, സം ഓഫ് ടേംസ് നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ
എങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാറ്റേൺ വരുമ്പോൾ ആ പാറ്റേൺ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സബ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു റിവിഷൻ ടെസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും എടുത്തേയില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞു തരാൻ ഞാൻ വിട്ടുപോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്നോട് കമന്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.